ജി കെ വളരെ വേഗത്തിൽ അനുമതി നൽകണം അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് നൽകണം എന്നുള്ളതാണ് കോടതി അല്പസമയം മുമ്പ് വിധിച്ചത്. എന്തായാലും സെൻസർ ബോർഡിന്റെ ഇത്തരത്തിലുള്ള പരാതികൾ, അതായത് സെൻസർ ബോർഡ് നൽകിയ പരാതി, സെൻസർ ബോർഡ് ലഭിച്ച പരാതി എന്ന് പറയുന്നത് റിവ്യൂ കമ്മിറ്റിയിൽ ഒരു അംഗം നൽകിയ പരാതിയാണ്. അത്തരത്തിലുള്ള പരാതികൾ ഒട്ടും ഒരു നല്ല കീഴ്വഴക്കമല്ല, ഒരു അത്തരത്തിലുള്ള വിമർശനവും എന്തായാലും കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ട്. മാത്രമല്ല ഈ പ്രൊഡ്യൂസർക്കുണ്ടാവുന്ന അല്ലെങ്കിൽ നിർമ്മാതാക്കൾക്കുണ്ടാവുന്ന നഷ്ടം 500 കോടി രൂപ മുടക്കിയാണ് ഈ പടം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള നഷ്ടം, റിലീസിംഗ് വൈകും തോറും അത്തരത്തിലുള്ള വൈകലുകൾ എന്ന വലിയ നഷ്ടങ്ങളിലേക്ക് പോകും. മാത്രമല്ല ഇത്തരത്തിലുള്ള കേസുകളെല്ലാം തന്നെ തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കും എന്നുള്ളതാണ് എന്തായാലും കോടതി പറഞ്ഞിരിക്കുന്നത്. വളരെ വേഗത്തിൽ സെൻസർ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഈ സിനിമയ്ക്ക് നൽകണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഒരു റിവ്യൂ കമ്മിറ്റി, 5 പേരടങ്ങുന്ന റിവ്യൂ കമ്മിറ്റി ഈ കേസ് ചിത്രം കാണുകയും അതിന് ചില ഭേദഗതികൾ വേണമെന്ന് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആ പടം നിർമ്മാതാക്കളും അല്ലെങ്കിൽ സംവിധായകരും ഈ കാര്യം ചെയ്യുകയും ചെയ്തതാണ്. അതിനുശേഷം അത് വീണ്ടും ബോർഡിൽ സമർപ്പിക്കുമ്പോൾ മാത്രമാണ് ഇപ്പൊ ഈ രീതിയിൽ, അതായത് റിവ്യൂ കമ്മിറ്റിക്ക് വിടുക എന്നൊരു തീരുമാനത്തിലേക്ക് വരുന്നത്. അത്തരത്തിലുള്ള അധികാരം, അതായത് ഒരു കമ്മിറ്റി ഇത് കണ്ടു കഴിഞ്ഞാൽ, ഈ സിനിമ കണ്ട് അതിന് സർട്ടിഫിക്കറ്റ് നൽകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് റിവ്യൂ കമ്മിറ്റിക്ക് വിടാനുള്ള അധികാരം ചെയർപേഴ്സൺ ഇല്ല, ഈ സെൻസർ ബോർഡിന്റെ ചെയർപേഴ്സൺ ഇല്ല തുടങ്ങിയ കാര്യങ്ങളും എന്തായാലും ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ കൂടി വരുന്നുണ്ട്. വളരെ വേഗത്തിൽ തന്നെ സർട്ടിഫിക്കറ്റ് നൽകണം എന്നുള്ളതാണ്, അതായത് വളരെ വേഗത്തിൽ തന്നെ ചിത്രം റിലീസ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ. അല്ല മനീഷ്, ഇപ്പോൾ തന്നെ കോടികളുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നാണല്ലോ നിർമ്മാതാക്കൾ പറയുന്നത്. കാരണം ഈ വെള്ളിയാഴ്ച, അതായത് ഇന്ന് ചിത്രം തിയേറ്ററുകളിൽ എത്തേണ്ടതായിരുന്നു. അതിന് ഇപ്പോൾ KVN പ്രൊഡക്ഷൻസ്, ഇവരുടെ നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ് പറഞ്ഞ കാരണം ഒഴിവാക്കാനാകാത്ത ചില സാഹചര്യങ്ങൾ കാരണം റിലീസ് തീയതി നീട്ടുന്നു എന്നതാണ്. പക്ഷേ വിജയ് ഫാൻസ് വളരെ നേരത്തെ തന്നെ മുൻകൂറായി പണമടച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. കോടിക്കണക്കിന് രൂപ അത് വരും. ഏതാണ്ട് 50 കോടിയോളം രൂപ ആഗോള കളക്ഷനായി ചിത്രത്തിന് കിട്ടിയിട്ടുണ്ടെന്നൊക്കെയാണ് വിവരങ്ങൾ വന്നിരുന്നത്. വലിയ സാമ്പത്തിക നഷ്ടം ഇക്കാര്യത്തിൽ നിർമ്മാതാക്കൾക്കുണ്ടാകും എന്നാണ് അവർ പറഞ്ഞത്. അതുകൂടി കോടതി പരിഗണിച്ച് കാണില്ലേ? തീർച്ചയായും ജി കെ, അതായത് ആ രീതിയിൽ തന്നെയാണ്. അതായത് ഇപ്പോൾ വേൾഡ് വൈഡ് ആയിരുന്നു റിലീസ്. മാത്രമല്ല ആഴ്ചകൾക്ക് മുൻപ് തന്നെ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് തന്നെ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഈ തമിഴ്നാട്ടിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും മറ്റ് ദക്ഷിണേന്ത്യൻ സ്റ്റേറ്റുകളിൽ എല്ലാം തന്നെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ മുൻകൂർ ബുക്കിംഗ് ആയി കഴിഞ്ഞതാണ്. അതായത് സിനിമ റിലീസ് 9-ാം തീയതി റിലീസാണ്. അതിന് മുൻപ് തന്നെ, അതിന് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഭൂരിഭാഗം തിയേറ്ററുകളിലും ടിക്കറ്റുകൾ വിറ്റ് കഴിഞ്ഞതാണ്. അത് ആ രീതിയിൽ കൃത്യമായി തന്നെ അതിന്റെ പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകുന്ന സമയത്താണ് ഈ രീതിയിലുള്ള ഒരു പ്രശ്നം സെൻസർ ബോർഡിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത്. ഇത് കൃത്യമായി തന്നെ കോടതി നിരീക്ഷിച്ചു എന്നുള്ളതാണ്, അല്ലെങ്കിൽ